എല്ലാവർക്കും കാത്തൂസ് മാജിക്കൽ വേൾഡിലേക്ക് വെൽക്കം. ഇന്ന് ഞാനൊരു മാഷ്മെല്ലോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കാൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജലാറ്റിൻ വേണം, വാനില എസൻസ് വേണം, പഞ്ചസാര വേണം, പഞ്ചസാര പൊടിച്ചത് വേണം, കോൺഫ്ലവർ വേണം, വെള്ളം വേണം. ഇനി നമുക്ക് പഞ്ചസാരയും കോൺഫ്ലവറും അരിച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാര, ഇനി നമുക്കിത് അരിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അര കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ജലാറ്റിനും ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർത്ത് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മിക്സ് ചെയ്യാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം 10 മിനിറ്റ് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും. ഇനി നമുക്കിത് നന്നായി കുറുക്കിയെടുക്കാം. അപ്പം ഇത് കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ച ജലാറ്റിൻ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇത് മെൽറ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് തണിയാൻ വെച്ചിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചൂടാറാൻ വെക്കാം. ഞാൻ ഒരു സ്ക്വയർ പാത്രത്തിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിച്ച് വെച്ച പഞ്ചസാരയും കോൺഫ്ലവറും ഇത്തിരി ഇട്ട് അടിച്ചു കൊടുക്കാം. പാത്രത്തിൽ ഇങ്ങനെ വിതറി കൊടുക്കാം. അപ്പം ഇത് വിതറിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വെക്കാം. ഇത് ഇത്തിരി ചൂടാറുന്നതിന് മുമ്പിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണ തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വേഗം ഒഴിച്ചു കൊടുക്കണം, അല്ലേ ഇത് സെറ്റായി പോവും. ഇനി നമുക്ക് കോൺഫ്ലവറും പഞ്ചസാരയും മേലും ഇട്ട് കൊടുക്കാം.
എല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 4 മണിക്കൂർ വെക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. നമ്മൾ മാഷ്മെല്ലോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം അമ്മ എനിക്കിത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. നിങ്ങൾ അമ്മേൻ്റെ കൂടി പറഞ്ഞാൽ മതി. നമ്മൾ നേരത്തെ അരിച്ചു വെച്ച കോൺഫ്ലവറും പഞ്ചസാരയുള്ള പൊടിയില്ല, അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ ചെയ്തെടുക്കാം. എല്ലാം അതുപോലെ ചെയ്തെടുക്കാം. ഇത് നോക്കിയേ, നല്ല സോഫ്റ്റ് അല്ലേ? ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇനി ഞാൻ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാം. ബൈ.